2012 ഞാനിവിടെ എത്തിയത്. ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിനായി കളിക്കാൻ തുടങ്ങിയതോടെ മികച്ചൊരു സോക്കർ പ്ലെയറും മികച്ചൊരു വ്യക്തിയുമായിട്ട് എനിക്ക് മാറാൻ കഴിഞ്ഞു. ലുക്ക മോഡ്രിച്ച് തൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിൽ പറഞ്ഞതാണത്. അദ്ദേഹത്തിന് ഒരു സീസണിൽ കൂടി റയലിൽ തുടരണമെന്നുണ്ടായിരുന്നു. പക്ഷേ റയൽ മാഡ്രിഡ് തീരുമാനിച്ചത് മറിച്ചാണ്. ഇനി യങ് എറയാണ് എന്നാണ് റയലിൻ്റെ തീരുമാനം. ക്ലബിൻ്റെ തീരുമാനം അതുപോലെ അംഗീകരിച്ച് നല്ല ടേംസിൽ ബെർണാബ്യു വിടുകയാണ് ലുക്ക മോഡ്രിച്ച്. നാളെ നടക്കുന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ സോസിഡാഡ് മത്സരം അദ്ദേഹത്തിൻ്റെ ബെർണാബ്യുവിലെ അവസാന മത്സരമായിരിക്കും. പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടി കളിച്ചിട്ട് റയലിൻ്റെ ജേഴ്സി അങ്ങ് ഊരി വെക്കും. ആരായിരുന്നു റയൽ മാഡ്രിഡിന് ലുക്ക മോഡ്രിച്ച്? ഈ ചോദ്യത്തിന് പലരും പല ഉത്തരങ്ങളും പറയും. പക്ഷേ സിനദിൻ സിദാൻ്റെ വാക്കുകളാണ് ഇതിലേറ്റവും മികച്ച രൂപത്തിൽ ആരാണ് മോഡ്രിച്ച് എന്ന് വരച്ച് കാണിക്കുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് സിദാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: റയലിൻ്റെ കോച്ചായിട്ട് സ്ഥാനമേറ്റെടുത്ത ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, 10-ാം നമ്പർ ജേഴ്സി എന്നുള്ളത് വളരെ ഓർഡിനറിയായി മാറിയിട്ടുണ്ട്. അതുപോരാ, അതൊരു സ്പെഷ്യൽ പ്ലെയർ അണിയണം. ഞാൻ അന്ന് ഡ്രസ്സിംഗ് റൂമിൻ്റെ മുന്നിൽ നിന്നിട്ട് താരങ്ങളോടായിട്ട് പറഞ്ഞു, 10-ാം നമ്പർ ജേഴ്സി ആരാണ് അണിയേണ്ടത്? അത് അണിയേണ്ടയാൾ തീർച്ചയായിട്ടും കളിക്കളത്തിൽ ഓൾമോസ്റ്റ് നെവർ മിസ്റ്റേക്കുകൾ വരുത്താത്ത ഒരാളായിരിക്കണം. കളി ബുദ്ധിമുട്ടേറിയ രൂപത്തിലേക്ക് ഡിഫിക്കൽട്ടായിട്ട് മാറുന്ന ഘട്ടത്തിൽ നിങ്ങളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരാളായിരിക്കണം. ആ ഘട്ടങ്ങളിൽ നിങ്ങളെല്ലാവരും ബോൾ പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളായിരിക്കണം. ആ ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച രൂപത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഞാനിത് പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും നോക്കിയത് ലുക്ക മോഡ്രിച്ചിന് നേരെയായിരുന്നു. ഇതിലുണ്ട് എല്ലാം. അന്നുവരെ റയലിൻ്റെ 19-ാം നമ്പർ ജേഴ്സി അണിഞ്ഞിരുന്ന ലുക്ക മോഡ്രിച്ചിന് 10-ാം നമ്പർ ജേഴ്സി അണിയിപ്പിച്ചു സിനദിൻ സിദാൻ. റയലിൻ്റെ മധ്യനിരയിലെ എല്ലാമായിട്ട് അദ്ദേഹം മാറുന്ന കാഴ്ച, മനോഹരമായിട്ട് കളി മെനയുന്ന കാഴ്ച, മനോഹരമായിട്ട് കളി നിയന്ത്രിക്കുന്ന കാഴ്ച, യുവതാരങ്ങളെ മികച്ച രൂപത്തിൽ വളർത്തിയെടുക്കാൻ സഹായിച്ച ലുക്ക മോഡ്രിച്ച് അങ്ങനെ പല റോളുകൾ അദ്ദേഹം വഹിച്ചു. ഒടുവിൽ റയൽ മാഡ്രിഡിൽ നിന്ന് അവരുടെ പ്രിയപ്പെട്ട ലൂക്കിറ്റ വിട പറയുകയാണ്.